ചെർപ്പശ്ശേരിയിലെ മാലിന്യ കൂമ്പാരം മലബാർ ന്യൂസ് വാർത്ത നൽകി മണിക്കൂറുകൾക്കകം നടപടികളുമായി അധികൃതർ. മാലിന്യം ഉടൻ നീക്കം ചെയ്യാൻ നഗരസഭയ്ക്ക് ഡിഎംഒയുടെ നിർദ്ദേശം. ഇതേ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി തുടങ്ങി. എന്നാൽ സ്ഥല ഉടമകളെ കണ്ടെത്താനാവാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. നാടൊട്ടുക്കും പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കെ ചെർപ്പശ്ശേരി നഗരപരിധിയിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് മലബാർ ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത അധികൃതരിലേക്ക് എത്തിയതോടെ ഡിഎംഒ ഇടപെടുകയും മാലിന്യം ഉടൻ നീക്കം ചെയ്യാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഇതേ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം നടപടികളുമായി രംഗത്തിറങ്ങി. ബുധനാഴ്ച രാവിലെ JHI ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ മാലിന്യം തള്ളിയ പ്രദേശങ്ങളിൽ വന്ന പരിശോധന നടത്തി. തുടർന്ന് ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ സഹകരണത്തോടെ പൊതുസ്ഥലത്തുള്ള മാലിന്യങ്ങൾ നഗരസഭയുടെ വാഹനത്തിൽ നീക്കം ചെയ്തു. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും അതിരുകെട്ടി മറയ്ക്കുന്നതിന് വ്യക്തികൾക്ക് നോട്ടീസ് നൽകാനും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി കനത്ത ശിക്ഷാ നടപടികളുമായി മുന്നോട്ടു പോകാനുമാണ് തീരുമാനം. എന്നാൽ ആളൊഴിഞ്ഞു കിടക്കുന്ന ഏതാനും പറമ്പുകളുടെ ഉടമസ്ഥരെ കണ്ടെത്താനായിട്ടില്ലെന്നും ഇതിനായുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ചു വരികയാണെന്നും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മനോജ് കുമാർ അറിയിച്ചു. ചെർപ്പശ്ശേരി നഗരസഭ പരിധിയിൽ പല സ്ഥലങ്ങളിൽ സ്വകാര്യ സ്ഥലത്തും പൊതുസ്ഥലത്തുമൊക്കെ മാലിന്യ നിക്ഷേപം ഉള്ളതായിട്ട് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് കൂടാതെ തന്നെ നമ്മുടെ ഫീൽഡ് തല ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലും അത്ര കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മഴക്കാലം കൂടിയൊക്കെ ആയതുകൊണ്ട് പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുള്ളതിനാൽ അത്തരത്തിലുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിന് നഗരസഭയുടെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പൊതുസ്ഥലത്തുള്ള എല്ലാ മാലിന്യവും നമ്മളിപ്പോൾ നടപടി നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സ്വകാര്യ സ്ഥലങ്ങളിൽ ബാക്കിയുണ്ട്. സ്വകാര്യ സ്ഥലത്ത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഉടമസ്ഥന്മാരെ കണ്ടെത്തി നോട്ടീസ് കൊടുത്ത് അവരെ കൊണ്ട് തന്നെ അത് നീക്കം ചെയ്യിക്കുകയും അവർക്ക് അതിനുള്ള പിഴ ചുമത്തുകയും മറ്റു നടപടി സ്വീകരിക്കുകയും ചെയ്യാനുള്ള പതിവ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചിട്ട് പല സ്വകാര്യ സ്ഥലങ്ങളിലെയും ഉടമസ്ഥരെ കണ്ടെത്താനൊന്നും സാധിച്ചിട്ടില്ല. കാരണം വില്ലേജിൽ പോയി നമ്മൾ ഡോക്യുമെന്റ് നോക്കിയെങ്കിലും നിലവിലുള്ള ആരാണോ കൈവശം വെക്കുന്നത് അവരുടെ പേരും വിലാസവും നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ചിട്ട് നഗരസഭ തന്നെ നീക്കം ചെയ്തിട്ടുള്ളതാണ്, ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളും ഏതാനും ദിവസങ്ങൾക്ക് അത്ര നഗരസഭ നീക്കം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ദിവസം വ്യാപകമായ പരിശോധന നടത്തുകയും ഇത്തരത്തിൽ മാലിന്യം കൂടിക്കിടക്കുന്ന പൊതുസ്ഥലമോ സ്വകാര്യ സ്ഥലമോ കണ്ടെത്തുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളും സ്വകാര്യ സ്ഥലത്തുള്ള അപകടകരമായ മരങ്ങളും മരച്ചില്ലകളൊക്കെ വെട്ടിമാറ്റത്തിനുള്ള നടപടിയും നഗരസഭ സ്വീകരിച്ചു വരുന്നുണ്ട്. നമുക്ക് DMO നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പകർച്ചവ്യാധി പടരുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാനും ആശാവർക്കർമാരെയും കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനുള്ള നടപടിയും നഗരസഭ സ്വീകരിച്ചു വരുന്നുണ്ട്. അതൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherppalasheri.